നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സവാള, നമ്മുടെ ഒണിയൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, സവാള എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും നമ്മുടെ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടി നമ്മുടെ ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയെ രക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ്. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും ക്യാൻസറിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒന്നാണ് സവോള എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല സവോളയുടെ ആരോഗ്യ ഗുണങ്ങൾ. വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ അല്ലേ, നമ്മുടെ ശരീരത്തിനെ സമ്മറിൽ വേനൽക്കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനൊക്കെ സവാള എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. സവാളയ്ക്കകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താനും നമ്മുടെ വയറ്റിലെ ഹെൽത്തി ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ മലബന്ധം മാറ്റാനും നമ്മുടെ ദഹന പ്രക്രിയ നന്നാകാനും നമ്മുടെ ഡൈജഷനും ഒക്കെ സവാള എന്ന് പറയുന്നത് ബെസ്റ്റാണ്. ഫൈബർ കൂടുതലുള്ളത് കൊണ്ടും ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളത് കൊണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ടും പിന്നെ സൾഫർ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ടും ഫ്ലാവനോയിഡ്സ് ഉള്ളത് കൊണ്ടും പിന്നെ ക്യൂസെറ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും വളരെ ബെസ്റ്റാണ് സവോള. നമ്മുടെ കൊളസ്ട്രോളിനെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഹൈ ഫൈബർ ആയതുകൊണ്ടും നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് LDL കുറച്ച് HDL കൂട്ടി നമ്മുടെ ബ്ലഡ് ക്ലോട്ടിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സവോള എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതുകൊണ്ട് ബെസ്റ്റാണ്. സവോളയ്ക്കകത്തെ ക്യൂർസെറ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ഡൈജഷൻ, ഈസി ഡൈജഷനും മലബന്ധം മാറ്റാനും കോൺസ്റ്റിപ്പേഷൻ മാറ്റാനും നമ്മുടെ ഗട്ട് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഓണിയൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഓണിയൻ വളരെ ബെസ്റ്റാണ്. പിന്നെ ഫ്രീ റാഡിക്കൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സ്ട്രെസ്സിൽ നിന്നും സൺലൈറ്റിൽ നിന്നും ജങ്ക് ഫുഡിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽസിലോട്ട് എൻ്റർ ചെയ്ത് DNA ഡാമേജ് സംഭവിച്ചിട്ട് ക്യാൻസർ ഉണ്ടാകാൻ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് ക്യാൻസറിൽ നിന്നൊക്കെ നമ്മുടെ സെൽസിനെ, കോശങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ രക്ഷിക്കുന്ന ഒന്നാണ് സവാള എന്ന് പറയുന്നത്. പിന്നെ ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി വൈറൽ ആണ്. അതായത് നമ്മുടെ ഇൻഫെക്ഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചേർത്ത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ബെസ്റ്റാണ്. 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെയൊക്കെ എല്ലിൻ്റെ ആരോഗ്യത്തിന്, അതായത് അവരുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല വെജിറ്റബിൾ ആണ് ഈ സവോള എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സവോള ബെസ്റ്റാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞവരും 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിലും ഈ എല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ സവോള കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അസിഡിറ്റി ഉള്ളവരും ഗ്യാസ്ട്രോ ഇസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് ഒക്കെ ഉള്ളവർ സവോള എടുക്കുന്ന ഒന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് സവോള, ഈ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർ കഴിക്കാതിരിക്കുക. പിന്നെ സർജറിക്കൊക്കെ മുമ്പായിട്ട് ഈ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും സർജറിക്കൊക്കെ മുമ്പായിട്ട് സവോള എടുക്കുന്ന ഒഴിവാക്കുക. നമ്മുടെ ബോഡിയുടെ ചൂടിനെ ബാലൻസ് ചെയ്ത് ബോഡിയെ തണുപ്പിച്ച് നമ്മുടെ ഗട്ട് ഹെൽത്തിനെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഹെൽത്തി ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്ത് ഡൈജഷൻ നന്നാക്കി കോൺസ്റ്റിപ്പേഷനൊക്കെ മാറ്റി പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം അല്ലെ, കൊളസ്ട്രോളിനെ കുറച്ച് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ക്ലോട്ടൊന്നും ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് പ്രതിരോധ ശക്തി കൂട്ടാൻ സവോള ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പല ഹോം റെമഡീസിലൊക്കെ നമ്മൾ സവോള ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്, ചുമ വന്നാലും കഫം വന്നാലും നമുക്ക് ചുമയോ അല്ലെങ്കിൽ തൊണ്ടവേദന ഇറിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സവോള എടുത്ത് നമ്മൾ പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഹോം റെമഡി ആയിട്ട് യൂസ് ചെയ്യാറുള്ളതാണ് സവോള. അതുകൊണ്ട് എപ്പോഴും സവോള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുക, ഭക്ഷണത്തിൻ്റെ അകത്ത് ഒരു ഭാഗമാക്കുക, സവോള ആഡ് ചെയ്യുക. കാരണം നമ്മുടെ ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലേ, നമ്മുടെ സെൽസിനെ ക്യാൻസറിൽ നിന്ന് വരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഔഷധമാണ് സവോള എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് സവോള മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അത് സാലഡായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും സവോള സാലഡായിട്ടൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ആരോഗ്യകരമായിട്ടുള്ള ഈ സവോളയെ നമ്മൾ ഡയറ്റിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക, എപ്പോഴും ഡയറ്റിൽ ആഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.